പറയാൻ രമേശ, പ്രസാദിന്റെ ഫോൺ വന്നു. നേരോ? എവിടെന്നാ ബാലമാമ? അതറിയില്ല, അവൻ പറഞ്ഞൂല്ല. അവൻ ഇങ്ങോട്ട് കയറി വിളിച്ചോന്നും അല്ല കേട്ടോ. അവൻ പോയതിനു ശേഷം നിരന്തരമായി ഞങ്ങൾ ട്രൈ ചെയ്യാമായിരുന്നല്ലോ. അതിനിടയിൽ ഭാഗ്യം കൊണ്ട് കിട്ടിപ്പോയതാ. ആ, അത്രയെങ്കിലും ആയല്ലോ. ആ സന്തോഷത്തിലാ സുഭദ്രയും സുമിത്രയും. ഓ, അപ്പോ അവൻ അപകടമൊന്നും കാണിച്ചില്ല? അപകടോ പ്രസാദോ? ജീവിതത്തോട് നമ്മളെക്കാൾ കൊതിയും സ്നേഹവും ഉള്ളവനാ പ്രസാദ്. അത് നിനക്ക് ഇനി അറിഞ്ഞൂടെ? ഫോണിൽ അവൻ എന്തു പറഞ്ഞു? പറഞ്ഞതോ വളരെ കുറച്ചു മാത്രം, കാര്യമാത്ര പ്രസക്തം. ചത്തിട്ടില്ല എന്ന്. അപ്പൊ തന്നെ ആശ മൊബൈൽ ഓഫ് ചെയ്യുകയും ചെയ്തു. ചത്തിട്ടില്ല? എന്തൊരു മറുപടി! ഈ രോഷത്തിനും പിണക്കത്തിനും ഇടയിൽ അവൻ അത്രയെങ്കിലും പറഞ്ഞില്ലേ രമേശ? അതൊരാശ്വാസമല്ലേ? ആ ആശ്വാസം മതിയോ അമ്മയ്ക്കും സുമിത്രയ്ക്കും? അവരനുഭവിക്കുന്ന മാനസിക പ്രയാസം എത്രയാണെന്ന് അവൻ മനസ്സിലാക്കണുണ്ടോ? ഒക്കെ മനസ്സിലാക്കും രമേശ. സമയം വരുമ്പോൾ മനസ്സിലാകും. നിനക്ക് ശരിയെന്ന് തോന്നിയ ഒരു വഴിയിലൂടെ നീയും കുറച്ചു നാൾ സഞ്ചരിച്ചില്ലേ? അന്ന് ആരൊക്കെ ഉപദേശിച്ചിട്ടും നീ ആ വഴി വേണ്ടെന്ന് വെച്ചോ? പിന്നെപ്പോഴാ നിന്റെ മനസ്സ് മാറിയത്? സ്വയം ബോധ്യപ്പെട്ടപ്പോ. പ്രസാദിനും ബോധ്യപ്പെടട്ടെ, അവനും നേരായ മാർഗത്തിലേക്ക് തിരിച്ചു വരും. പക്ഷേ ഇപ്പോ പ്രശ്നം അതല്ല രമേശ. എന്താ ബാലമാമ? ഞാൻ പ്രസാദിന്റെ കമ്പനിയിൽ പോയിരുന്നു. അവിടെ കാര്യങ്ങൾ ലേശം സീരിയസാ. സീരിയസ് എന്ന് വെച്ചാ? ആരോടും ഒന്നും പറയാതെ അല്ലേ പ്രസാദ് സ്ഥലം വിട്ടിരിക്കുന്നത്. അൺആതറൈസ്ഡ് ആബ്സെൻസ്. ഉത്തരവാദിത്തപ്പെട്ടൊരു പോസ്റ്റ് ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു ഒളിച്ചോട്ടം നടത്തിയാൽ കമ്പനി അതെങ്ങനെയായിരിക്കും ഡീൽ ചെയ്യുക? പ്രൈവറ്റ് കമ്പനിയാണ്. അപ്പോ അവിടെ പ്രശ്നമായി അല്ലേ ബാലമാമ? എത്രയും വേഗം പ്രസാദ് തിരിച്ചു വന്നില്ലെങ്കിൽ ഡിസിപ്ലിനറി ആക്ഷൻ ഉണ്ടാവും. ചിലപ്പോ ജോലി തന്നെ കുഴപ്പത്തിലാവും. എന്താ ഒരു വല്ലായിക? എന്തു പറ്റി? ഒന്ന് പറയൂ. പ്രസാദിനെ കുറിച്ച് എന്തെങ്കിലും? ഇല്ല, ഒരു വിവരവും കിട്ടിയിട്ടില്ല. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അറിഞ്ഞു. കുറച്ചു നാളായി പ്രസാദ് ആളാകെ മാറിപ്പോയെന്ന്. നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മാറ്റം. അയാൾ കമ്പനി സ്ഥിരമായിട്ട് പോകാറില്ലത്രേ. അയ്യോ, അതെന്താ? പോയാൽ തന്നെ ജോലിയിൽ കോൺസെൻട്രേഷൻ ഇല്ല. കാര്യം എന്താ? ജോലിയോടുള്ള ആത്മാർത്ഥത കൂടുതൽ കൊണ്ടാവും. അയാളുടെ ഈ അശ്രദ്ധയും അലസതയും കാരണം കമ്പനിക്ക് പല നല്ല വർക്കുകൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞു എന്ന്. എങ്ങനെയുണ്ട് നമ്മുടെ മരുമകന്റെ പ്രോഗ്രസ്? അയാളെ ഓർത്ത്, അയാളുടെ ഉത്തരവാദിത്ത ബോധം ഓർത്ത് എത്ര അഭിമാനിച്ചിരുന്നു ഞാൻ. എല്ലാം ഇതാ കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നു. ഇതെന്തുദ്ദേശിച്ച പ്രസാദ്? ഇങ്ങനെ പോയാൽ വളരെ ബുദ്ധിമുട്ടൊന്നും കൂടാതെ ജോലി പോയി കിട്ടും. ജോലി പോവുകയെ? ഇങ്ങനെ ഒരു കാരണം കൊണ്ട് ജോലി പോയാൽ പുതിയൊരിടത്ത് ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടും. ഈ വിവരം പ്രസാദിനെ അറിയിക്കണ്ടേ? അയാൾക്ക് ഇതൊക്കെ അറിയാമായിരിക്കില്ലേ ഭാഗ്യലക്ഷ്മി? ഇത് അറിഞ്ഞുകൊണ്ടുള്ള തീക്കളിയാണെന്നാ എനിക്ക് തോന്നുന്നത്. എന്തിനോടോ ആരോടോ ഉള്ള പകതീർക്കൽ പോലെ. എന്ത് പറ്റി ഇയാൾക്ക്? ഇങ്ങനെ ഒരു ഫ്രസ്ട്രേഷന്റെ മൂഡിലേക്ക് വരാൻ മാത്രം എന്ത് ഭൂകമ്പം ഉണ്ടായത്? അച്ഛൻ പ്രസാദേട്ടന്റെ ഓഫീസിൽ പോയിരുന്നോ? ഇല്ല, ബാലരാമനെ കണ്ടിരുന്നു.
ബാലരാമനായ ഈ വിവരങ്ങളൊക്കെ പറഞ്ഞത്. അയാളാകെ അപ്സെറ്റാ. അയാൾ കാരണമല്ലേ ഈ ബന്ധം ഉണ്ടായത്. അതിന്റെ ഗതി ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന കുറ്റബോധം. പ്രസാദേട്ടൻ ഓഫീസിൽ ഇപ്പൊ ജോയിൻ ചെയ്ത പ്രശ്നങ്ങളൊക്കെ തീരുവച്ചാ. ജോയിൻ ചെയ്താൽ മാത്രം പോരാ, മുമ്പലത്തെ പോലെ സിൻസിയർ ആയിട്ട് ജോലി നോക്കുകയും വേണം. പക്ഷെ ഇതിനൊക്കെ ആദ്യം വേണ്ടത് അയാൾ തിരിച്ചു വരികയല്ലേ. വരും അച്ഛാ, പ്രസാദേട്ടൻ വരും. ടു 341197. ആരുടെ നമ്പരാ? അറിയില്ല, എടുക്കണ്ട. ഏതായാലും സാറ് ജീവിച്ചിരിപ്പുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി. എന്നാ പിന്നെ എടുത്തേക്കാന്നേ. ഹലോ, പ്രസാദേട്ടനല്ലേ? യമുന യമുന. ഹലോ യമുന, ആദ്യം ഫോൺ എടുത്ത ആരാ? അത് എൻ്റെ ഒരു സുഹൃത്താ. അതിരിക്കട്ടെ, യമുനപ്പോ എവിടുന്ന വിളിക്കുന്നത്? ഇവിടെ ഹാർബറിനടുത്തുന്നാ. അടുത്തെന്ന് പറഞ്ഞ? സ്കൈ ബ്ലൂ ഹോട്ടലിന് അടുത്ത് എവിടെയോ ആണ്. എവിടെയായി ഹോട്ടൽ? എനിക്ക് അങ്ങോട്ട് വരണം. അത് യമുന, ഇതൊരു ഹോട്ടലാ. ഇവിടേക്ക് വരികയെന്ന് വെച്ചാ ഏയ്, അത് ശരിയാവില്ല. യമുന തിരിച്ചു പോവും പ്ലീസ്. എന്റെ സ്വഭാവം അനുസരിച്ച് പ്രസാദേട്ടനെ വിളിക്കാതെ ഇടിച്ചു കയറി വരേണ്ടതാ. പിന്നെ അത് മര്യാദ അല്ലല്ലോ എന്ന് കരുതിയാ. ഇനി അഭിപ്രായത്തിനായിട്ട് കാത്തു നിൽക്കുന്നൊന്നുമില്ല. ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിക്കോളാം. വിശാലെ, യമുന എങ്ങോട്ട് വരുന്നു? ഇവിടെ അടുത്തെവിടുന്നാണ് വിളിച്ചത്? അതിനെന്താ, ഇഷ്ടപ്പെടുന്നവരെ തേടി വരുന്നത് ഒരു മഹാ അത്ഭുതമാണോ? എന്നാലും യമുന ഇതുപോലൊരു ഹോട്ടലിലേക്ക്... ഈ ഹോട്ടലിൽ ഇപ്പൊ എന്താ ഒരു കുഴപ്പം? എന്റെ സാറേ, യമുനയെ വിളിക്കുന്ന ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടും കേട്ടില്ല. എന്നിട്ടിപ്പോ യമുന ഇങ്ങോട്ട് വിളിച്ച് വരാന്ന് പറഞ്ഞപ്പോ ആവശ്യമില്ലാത്തൊരു ടെൻഷൻ. അവസരങ്ങൾ മുതലാക്കുന്നവനാണ് സാറേ ബുദ്ധിമാൻ. അവസരങ്ങൾ എപ്പോഴും വീണ് കിട്ടണമെന്നില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങ് ചാടി പിടിച്ചോളണം. എന്റെ ഈശ്വരാ, സാറിന്റെ ടൈം ബെസ്റ്റ് ടൈം തന്നെ. സാറിനെ കാണുന്നത് എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടാവും യമുന ഇവിടേക്ക് വരുന്നത്. ഇവിടെ വെച്ചാവുമ്പോ സാറിന്റെ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കുകയും ചെയ്യാം. ഒക്കെ ശരിയാണ്, എന്നാലും... ഓ നോ കൺഫ്യൂഷൻ പാടില്ല. നമ്മൾ അരുതാത്ത ഒന്നും ചെയ്യുന്നില്ലല്ലോ സാർ. പവിത്രമായ ഒരു സുഹൃത്ത് ബന്ധം തകരാതിരിക്കാനുള്ള ചില വിട്ടുവീഴ്ചകൾ അങ്ങനെ കാണാവൂ. പെൺകുട്ടികളുടെ സൈക്കോളജി മനഃപ്പാടമാക്കിയവനാണ് ഈ വിശാൽ. ഇപ്പോഴെങ്ങനെയുണ്ട് സാറേ? യമുന വരുന്ന ഞാൻ പലതവണ പറഞ്ഞപ്പോ സാറ് വിശ്വസിച്ചോ? ഇല്ല. വരട്ടെ, പ്രിൻസിനെ കാണാം, പ്രിൻസസ് വരട്ടെ. അപ്പോ ഞാൻ ഇനി ഇവിടെ എന്നാ ശരിയാവില്ല. ശിക്ഷയുടെ കാലാവധി തീരുന്ന ദിവസമാണ്, നിമിഷാണ്. ഞാൻ ഇനി ഇവിടെ ഉണ്ടാവാൻ പാടില്ല. താനിത് എങ്ങോട്ട് പോന്നു? കാണാൻ പറയത്തേക്ക്. എന്നാലും എനിക്ക് എത്ര ആലോചിച്ചിട്ടും... പിന്നെയും അതല്ലടോ, ഒരു കുറ്റവാളിയെ പോലെയല്ലേ യമുന എന്നെ കാണൂ. അങ്ങനെ കാണുന്നവളാണോ സാർ യമുന? യമുനയെ സാർ ഇനിയും പഠിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. നോ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. സാറിന് പ്രത്യേകിച്ച് ഒന്നും ഉദ്ദേശിക്കണ്ട. എന്നാ അടിയൻ വിടവാങ്ങട്ടെ. Excuse me? Yes? One Mr. Prasad ഏത് റൂമിലാ? 70. ഇതിലേ പോയിട്ട് upstairs. താങ്ക് യു.
വരൂ. ഇത് സാഹസമായി പോയി യമുനെ. ഏത്? ഈ ഹോട്ടലിലേക്ക് വന്ന് വരേണ്ടി വന്നാ പിന്നെ എന്ത് ചെയ്യും? മറ്റുള്ളവരുടെ വേദനയെ പറ്റി അല്പമെങ്കിലും ആലോചന ഉണ്ടായിരുന്നെങ്കിൽ പ്രസാദേട്ടൻ ഇങ്ങനെ ചെയ്യോ? മറ്റുള്ളവരുടെ വേദന മറ്റുള്ളവർക്ക് മാത്രമേ ഉള്ളൂ വേദന. എൻ്റെ വേദനയെ പറ്റി ഒന്നും ചോദിക്കാമല്ലേ യമുനയ്ക്ക്? ഞാൻ അനുഭവിച്ച ടെൻഷൻ, ശ്വാസം മുട്ടൽ, അതൊന്നും അറിയണ്ടേ യമുനയ്ക്ക്? പറയാതെ എങ്ങനെ അറിയും? ഉം. എന്തായാലും എന്നോടൊന്ന് പറയാറുന്നില്ലേ പ്രസാദേട്ടന്? ഒരു വാക്ക്. അത്രയ്ക്ക് അകലത്തിലായിപ്പോയി യമുന. പ്രസാദേട്ടൻ അറിയില്ല. പ്രസാദേട്ടൻ വീട് വിട്ടു പോയിന്ന് കേട്ട നിമിഷം മുതല് ഈ ദിവസം അത്രയും രാവും പകലും ഉമിത്തിയിലായിരുന്നു ഞാൻ. അറിയോ? യമുനയെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ. അല്ലായിരിക്കാം. പക്ഷേ അതിന് കാരണക്കാരി ഞാനല്ലേ? നമ്മുടെ വഴക്കല്ലേ? ഞാനന്ന് വർക്ക് സൈറ്റിൽ നിന്ന് വഴക്കിട്ട് പോന്നില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാവോ? സ്വന്തം വീടുള്ളപ്പോ പ്രസാദേട്ടൻ ഇങ്ങനെ ഒരു ഭിക്ഷാന്തേഹിയെ പോലെ വാടക മുറിയിൽ കഴിയോ? ഞാൻ എല്ലാത്തിനും കാരണം. അല്ല യമുന, ഞാൻ വീട് വിട്ടു വരാൻ കാരണം ആ വീട് തന്നെയാ. എന്നെ സംശയിക്കുകയും പഴിചാരുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്ത ആ വീട്. അവിടെ സ്നേഹമില്ല, വിശ്വാസമില്ല. പിന്നെ എന്തിനു ഞാൻ അവിടെ ജീവിക്കണം? ആർക്കു വേണ്ടി? പ്രശ്നങ്ങൾ ഏത് വീട്ടിലാ പ്രസാദേട്ട ഇല്ലാത്തത്? പക്ഷെ അതിന്റെ പേരില് സ്വന്തം ഭാവി ഇല്ലാതാക്കുന്നത് ബുദ്ധിയാണോ? ഭാവി ഐ എം നോട്ട് അറ്റ് ഓൾ കൺസേൺഡ്. അങ്ങനെ പറയരുത് പ്രസാദേട്ട. നോക്കൂ, എത്രയും വേഗം തിരിച്ചു ചെന്ന് ഓഫീസിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞത്. എവിടുന്ന ഈ ന്യൂസ് കിട്ടിയത്? വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്നാണെന്ന് കരുതിയാ മതി. ഇത് പറയാൻ മാത്രം ഞാനിപ്പോ ഓടി വന്നേ. എന്ത് തീരുമാനിച്ചു? ഒന്നും തീരുമാനിച്ചിട്ടില്ല. അത് കൊള്ളാം. ജോലി പോകുന്നറിഞ്ഞിട്ടും ഒരു മാറ്റവും ഇല്ലേ? നോക്ക് പ്രസാദേട്ടാ, ഇത് സംഗതി വളരെ സീരിയസാ. വാശിയും പിണക്കും ഒക്കെ മാറ്റിവെച്ചിട്ട് പ്രസാദേട്ടൻ തിരിച്ചു വരണം. വന്നേ പറ്റൂ. വന്നില്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുമായിരിക്കും. നഷ്ടപ്പെടട്ടെ. യമുനയ്ക്കറിയാമോ, ജോലി, പ്രമോഷൻ, സമ്പാദ്യം, ഇതിലൊക്കെ നമുക്ക് താല്പര്യം ഉണ്ടാകുന്നത് നമ്മളെ സ്നേഹിക്കാനും വിശ്വസിക്കാനും ആരെങ്കിലും ഉണ്ടെന്ന് തോന്നുമ്പോഴാ. ഇപ്പം അങ്ങനെ ഒരു തോന്നലോ പ്രതീക്ഷ എനിക്കില്ല. എൻ്റെ മുമ്പിൽ ഇപ്പം ശിവ കൺസ്ട്രക്ഷൻസ് ഇല്ല, എൻ്റെ ക്യാബിനില്ല, വീടില്ല, ആരുമില്ല. ഞാനില്ലേ? പറയൂ, ഞാനില്ലേ? ഉണ്ടോ? യമുനയുണ്ടോ? ഉണ്ട്. ഇല്ലടാ, പഠിച്ചിട്ടൊന്നും തലേ നിൽക്കുന്നില്ല. ഇല്ല, ഓരോരോ പ്രശ്നങ്ങൾ. ആ, പോർഷൻസൊക്കെ ഒരുവിധം എല്ലാം കവർ ചെയ്തു എന്ന് പറയാം. ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാ. ആ, ശരി ശരി, നാളെ കാണാം. ഹലോ. ഹലോ, ശങ്കർജി സാറിന്റെ വീടല്ലേ? അതെ. ഇതാരാ സംസാരിക്കുന്നേ? മകനാ. എന്നുവെച്ചാ ബാബു, യമുനയുടെ ബ്രദർ. അതെ, നിങ്ങളാരാ? അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയട്ടെ. കുറച്ചു ദിവസമായി കാണാതായ ഒരു അളിയില്ലേ നിങ്ങൾക്ക്? പുള്ളിയെ ഞാൻ കണ്ടു. പ്രസാദേട്ടനെ? യെസ്. എവിടെയാണ്? ഒരു ഹോട്ടൽ, സ്റ്റാർ ഹോട്ടൽ. കൂടെ ഒരു പെൺകുട്ടിയുണ്ട് കേട്ടോ. എന്താ?
എന്താ പറഞ്ഞേ? അതെ, പറഞ്ഞ സത്യ. ബാബു അറിയോ ആ കുട്ടിയെ? നന്നായിട്ട് അറിയും. ഞാൻ അറിയുന്നോ? ആ തന്റെ ചേച്ചി എന്നോടോ യമുന. അനാവശ്യം പറയരുത്. ഫോണിൽ കൂടെ കേട്ടപ്പോ ഇത്ര രോഷം. അപ്പൊ നേരിട്ട് ആ കാഴ്ച കണ്ടാലോ? ഹോട്ടലിന്റെ പേര് റൂം നമ്പർ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പേനയും കടലാസും ഉണ്ടെങ്കിൽ കുറിച്ചെടുത്തോ. ഹോട്ടൽ സ്കൈ ബ്ലൂ, റൂം നമ്പർ 17. മനസ്സിലായില്ലേ? 17. ഇപ്പൊ തന്നെ ചെന്ന രണ്ടാളെയും കൈയോടെ പിടിക്കാം. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്.